140 വർഷമായി അഴുകാത്ത കന്യസ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചൊന്നറിഞ്ഞാലോ? ഫ്രാൻസിലെ ലൂർസിൽ ജനിച്ച ഒരു കർഷകനായിരുന്ന ഫ്രാങ്കോയിസിൻ്റെയും ലൂയിസ് കാസ്ട്രോട്ട് സൗബിറസിൻ്റെയും 6 മക്കളിൽ മൂത്തവളായിരുന്നു മാരി ബെർണാഡ് സൗബിറസ്. 1844 ജനുവരി 7-നാണ് അവൾ ജനിച്ചത്. അവൾക്ക് സാധാരണയിൽ നിന്നും വലിപ്പം കുറവായിരുന്നതിനാൽ അവളെ ബെർണാഡെ എന്ന് വിളിച്ചിരുന്നു. അവളുടെ കുടുംബം നന്നേ ദരിദ്രരായിരുന്നു. അതുകൊണ്ട് തന്നെ പോഷകാഹാരക്കുറവും രോഗവും അവർക്കിടയിൽ വളർന്നു വന്നു. സ്ത്രീധനത്തിന്റെ ഭാഗമായി അവളുടെ അമ്മയ്ക്ക് വിവാഹത്തിന് സ്ത്രീധനമായി കിട്ടിയ ഒരു മിൽ ലൂർസിലേക്ക് കൂടെ കൊണ്ടുവന്നിരുന്നുവെങ്കിലും ലൂയിസ് സൗബിറസ് അത് വിജയകരമായി കൈകാര്യം ചെയ്തില്ല. ധാരാളം കുട്ടികളും പാപ്പരത്ത ധനസമ്പാദനവും ഉള്ളതിനാൽ കുടുംബം പലപ്പോഴും ബെർണാഡറ്റിനെ ആരോഗ്യപരമായി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. മരിയയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ മരിയയ്ക്ക് കൂടുതൽ ഭക്ഷണവും പരിചരണവും നൽകുമായിരുന്നു. എന്നാൽ തനിക്ക് ലഭിച്ചിരുന്ന ഭക്ഷണത്തിലെ അധിക പങ്ക് അവൾ സഹോദരങ്ങൾക്ക് നൽകുകയുണ്ടായി. ബെർണാഡറ്റിന് ഏകദേശം 12 വയസ്സുള്ളപ്പോൾ കുടുംബം അവളെ മറ്റൊരു വാടക കുടുംബത്തിൽ ജോലി ചെയ്യാൻ അയച്ചു. ആടുകളെ മേയ്ക്കാൻ ഒരു ഇടയനായി ജോലി ചെയ്തു. ആടുകളുമായി തനിച്ചായിരുന്നു അവളുടെ ജീവിതവും. അവളുടെ സന്തോഷത്തിനും നന്മയ്ക്കും ഒഴിവുനേരങ്ങളിൽ ജപമാല ചൊല്ലുന്നത് പതിവാക്കി. അവളുടെ ദുർബലതയ്ക്കും അവൾ പേര് കേട്ടു. കഠിന ജോലിയും ദുർബലശീലവും മൂലം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ബെർണാഡത്തയുടെ ജീവിതം. അതോടൊപ്പം വിദ്യാഭ്യാസത്തിനും കുറവ് സംഭവിച്ചിരുന്നു. ജീവിതത്തിലുടനീളം അവൾ ഒരു ആസ്മ രോഗിയായിരുന്നു. പല സമയങ്ങളിലും ശ്വാസം കിട്ടാൻ വിഷമം അനുഭവിച്ചിരുന്നു. എങ്കിലും സന്തോഷവതിയായാണ് കാണപ്പെട്ടിരുന്നതെന്ന് ബെർണാഡത്ത ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ വളർത്തമ്മ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 14 വയസ്സുള്ളപ്പോൾ ജോലി തുടരാനാകാതെ ബെർണാഡറ്റ് കുടുംബത്തിലേക്ക് മടങ്ങി. ജപമാല ചൊല്ലുന്നതിൽ അവൾ ആശ്വാസം കണ്ടെത്തി. തൻ്റെ ആദ്യ കൂട്ടായ്മയ്ക്കായി അവൾ വൈകിയായിരുന്നു പഠനം ആരംഭിച്ചത്. ഒരു ഫെബ്രുവരി 11 വൈകുന്നേരം തണുപ്പാർന്ന കാലാവസ്ഥ മൂലം ബെർണാഡത്തയും 2 സുഹൃത്തുക്കളും ചേർന്ന് തീ കായാനുള്ള വിറക് ശേഖരിക്കാനായി പുറപ്പെട്ടു. നടന്ന് അവൾ അറിയാതെ മസവില്ലയിലെ ഗ്രോട്ടായ്ക്ക് സമീപമെത്തി. അപ്പോൾ ബെർണാഡത്ത കാറ്റിന്റെ ശക്തമായ പ്രവാഹം പോലെ ഒരു ശബ്ദം ശ്രവിക്കുകയും ഒപ്പം ഒരു തീവ്ര പ്രകാശവും കണ്ടു. ഭയത്തോടെ നിന്ന ബെർണാഡത്തയുടെ കൺമുൻപിൽ തേജസ്സാർന്ന മുഖത്തോടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് അവൾ അത്ഭുത സ്തബ്ധയായി. വെള്ള നിറമുള്ള വസ്ത്രം ധരിച്ച് അരയിൽ നീല നിറമുള്ള കച്ച ചുറ്റി നിന്ന രൂപത്തിലാണ് പെൺകുട്ടിയെ കണ്ടത്. അവളുടെ പാദങ്ങളിൽ മഞ്ഞ റോസാപ്പൂക്കളും കയ്യിൽ ജപമാലയും ഉണ്ടായിരുന്നു. ആ സ്ത്രീ കന്യാമറിയമാണെന്ന് അവൾ മനസ്സിലാക്കി. ഇത് കണ്ട ഉടനെ ബെർണാഡത്ത പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ഇതൊന്നും കാണാത്ത അവളുടെ സുഹൃത്തുക്കളെ ആ കാര്യങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കി. ഉടൻ തന്നെ ദേവാലയത്തിൽ ചെന്ന് കുമ്പസാരത്തിനായി ബെർണാഡത്തയെ ഒരുക്കുകയായിരുന്ന പുരോഹിതനോട് നടന്ന സംഭവം അറിയിച്ചു. പുരോഹിതൻ ഈ സംഭവം തൻ്റെ മേലാധികാരിയായ വൈദികനോട് ചർച്ച നടത്തുവാൻ ബെർണാഡത്തയോട് അനുവാദവും വാങ്ങി. ഫെബ്രുവരി 11 നടന്ന ദർശനത്തിന് ശേഷം ബെർണാഡത്ത ഫെബ്രുവരി 14 വീണ്ടും ഗ്രോട്ടയിലേക്ക്. അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ താൻ കണ്ട കാര്യങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു. അവർ അവളെ ഗുഹയിലേക്ക് വീണ്ടും പോകുന്നതിനെ വിലക്കി. കുംഭസാരത്തിൽ അവൾ ഒരു പുരോഹിതനോട് ഈ കഥ ഏറ്റുപറഞ്ഞു. ഇടവക വികാരിയുമായി ചർച്ച ചെയ്യാൻ അദ്ദേഹം അവളെ അനുവദിച്ചു. ആദ്യത്തെ കാഴ്ചയ്ക്ക് 3 ദിവസത്തിന് ശേഷം മാതാപിതാക്കളുടെ കൽപ്പന അവഗണിച്ച് അവൾ ഗ്രോട്ടയിലേക്ക് പോയി. വീണ്ടും ആ സ്ത്രീയുടെ മറ്റൊരു ദർശനം അവൾ കണ്ടു. പിന്നീട് ഫെബ്രുവരി 18 മറ്റൊരു 4 ദിവസത്തിന് ശേഷം അവൾ വീണ്ടും ഗുഹയിലേക്ക് പോയി. ഒരു 3-ാം ദർശനം കണ്ടു. ഇത്തവണ ബെർണാഡറ്റിന്റെ അഭിപ്രായത്തിൽ ദ ലേഡി ഓഫ് ദ വിഷൻ 15 ദിവസത്തിലൊരിക്കൽ മടങ്ങി വരാൻ പറഞ്ഞു. അവൾക്ക് ദർശനമുണ്ടായത് ഇങ്ങനെയായിരുന്നു: ഈ ലോകത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. ബെർണാഡറ്റിന്റെ ദർശനങ്ങളുടെ കഥകൾ പ്രചരിക്കുകയും താമസിയാതെ വലിയ ജനക്കൂട്ടം ഗുഹയിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. മറ്റുള്ളവർക്ക് അവൾ കണ്ടത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ദർശനങ്ങൾക്കിടയിൽ അവൾ വളരെ വ്യത്യസ്തമായി കാണപ്പെട്ടുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തു. ദ ലേഡി ഓഫ് ദി വിഷൻ അവൾക്ക് സന്ദേശങ്ങൾ നൽകി. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു പ്രധാന സന്ദേശം ലോക പരിവർത്തനത്തിനായി പ്രാർത്ഥിക്കുക, തപസ് ചെയ്യുക എന്നതായിരുന്നു. 1866 ജൂലൈയിൽ സിസ്റ്റർ മേരി ബെർണാഡ് എന്ന പേര് സ്വീകരിച്ച അവൾ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് നെവേഴ്സിന്റെ സഭയിൽ ചേർന്നു. 1867 ഒക്ടോബറിൽ അവൾ തൻ്റെ തൊഴിൽ ചെയ്തു. 1879 വരെ സെന്റ് ഗിൽഡാർഡിന്റെ കോൺവെന്റിൽ താമസിച്ചിരുന്ന അവൾക്ക് പലപ്പോഴും ആസ്മ രോഗങ്ങളും അസ്ഥിക്ഷയരോഗവും ബാധിച്ചിരുന്നു. തൻ്റെ ദർശനങ്ങളിൽ കണ്ടെത്തിയ ലൂർസിലെ രോഗശാന്തിക്കായി വെള്ളത്തിലേക്ക് അവളെ കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ അവൾ നിരസിച്ചു. 16 ഏപ്രിൽ 1879 തൻ്റെ 35-ാമത്തെ വയസ്സിൽ നെവേഴ്സിൽ അവൾ അന്തരിച്ചു. 1909, 1919, 1925 എന്നീ വർഷങ്ങളിൽ ബെർണാഡറ്റിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അത് അഴുകാതെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുകയോ മമ്മി ചെയ്യപ്പെടുകയോ ചെയ്തിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. 1879 ബെർണാഡറ്റ് മരിച്ചപ്പോൾ ഒരു സാധാരണ നിഷ്കളങ്ക സന്യാസിയുടെ ജീവിതത്തിന് അവസാനം വന്നതുപോലെ തോന്നി. പക്ഷേ ശാസ്ത്രത്തിനും വിശ്വാസത്തിനും വെല്ലുവിളിയായ ഒരു പുതിയ കഥ അതോടൊപ്പം തുടങ്ങി. മരണം കഴിഞ്ഞ 30 വർഷത്തിന് ശേഷം 1909
അവളുടെ ശരീരം കുഴിച്ചെടുത്തപ്പോൾ ഡോക്ടർമാർ പ്രതീക്ഷിച്ചത് സാധാരണ മരിച്ച ശരീരത്തിന്റെ സ്വാഭാവിക അഴുകലാണ്. പക്ഷേ അവർ കണ്ടത് അഴുകിയിട്ടില്ലാത്ത, വിഘടിക്കാത്ത, അസാധാരണമായി സംരക്ഷിതമായ ഒരു ശരീരം. ശാസ്ത്രീയ റിപ്പോർട്ടിൽ പോലും ഡോക്ടർമാർ വിറച്ച് എഴുതിയ വരി ദ ബോഡി ഷോസ് നോ സൈൻ ഓഫ് ഡിക്കായ്. തുടർന്ന് 1919-ലും 25-ലും വീണ്ടും പരിശോധന നടത്തി. 3 തവണയും അതേ അവസ്ഥ. അതിൽ ഏറ്റവും വിചിത്രമായത് ശരീരത്തിൽ എംബാൾമിംഗ് ചെയ്തിട്ടില്ല, ബാൾസം, കെമിക്കൽസ്, ഓയിൽസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പ്രത്യേക ശവസംരക്ഷണ രീതികൾ ഒന്നുമില്ല. പക്ഷേ ശരീരം ഒരു രഹസ്യ ശക്തി തൊട്ടതുപോലെ നിലനിന്നിരുന്നു. ശാസ്ത്രജ്ഞർ പറയുന്നത് മണ്ണിന്റെ ഘടന ശരീരം വിഘടിക്കാതിരിക്കാൻ കാരണമാകാം. അല്ലെങ്കിൽ ശവകുടീരത്തിലെ നിർദ്ദിഷ്ട ഈർപ്പം, താപനില ശരീരക്ഷയം വൈകിപ്പിച്ചിരിക്കാം. രോഗാവസ്ഥയിലെ ക്ഷീണം ശരീരത്തിൽ ചില രാസമാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കാം എന്നിങ്ങനെയാണ്. പക്ഷേ ഇവ സാധാരണ മനുഷ്യ ശരീരത്തിന്റെ 140 വർഷത്തെ നിലനിൽപ്പിനെ വ്യക്തമായി വിശദീകരിക്കാൻ പോരാ. അവൾ മരിച്ചവളല്ല, ദൈവത്തിന്റെ തൊട്ടരികിൽ വിശ്രമിക്കുന്നവളാണ്. ഇന്നും അതേ അവസ്ഥ. ശാസ്ത്രം ഇതിനെ ഒരു റെയർ ബട്ട് അൺഎക്സ്പ്ലൈനഡ് പ്രിസർവേഷൻ എന്ന് വിളിക്കുന്നു. വിശ്വാസികൾ അത് ഡിവൈൻ മിറാക്കിൾ എന്നും പറയുന്നു.